ഹലോ ഫ്രണ്ട്സ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ക്രിസ്മസ് ആയിട്ടും ഞാൻ ഡ്യൂട്ടിയിലാണ് കേട്ടോ. നമ്മൾ മെഡിക്കോസ് പൊതുവേ അങ്ങനെയാണല്ലോ, എന്ത് സെലിബ്രേഷൻ വന്നാലും നമുക്ക് ഡ്യൂട്ടി വിട്ടൊരു കളിയും ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്കിവിടെ നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാലും നല്ല മഞ്ഞ് മൂടിയിട്ടാണ് ഉള്ളത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കള്ളപ്പവും ബീഫ് കറിയാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ നമുക്ക് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും, ഇപ്പോൾ ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെയുള്ള എന്ത് ആഘോഷം ഉണ്ടെങ്കിലും മിക്കവാറും ദിവസങ്ങളിലും നമ്മൾ ഡ്യൂട്ടി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആഘോഷമൊക്കെ അവിടെ നിന്ന് തന്നെ ആയിരിക്കും. പൊതുവെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ദിവസങ്ങളിലും കേക്ക് ഉണ്ടാവും കേട്ടോ. ഇന്ന് നമ്മൾ 3 വെറൈറ്റി കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മാത്രമുള്ളതല്ല കേട്ടോ, നമ്മളെ പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ മെഡിക്കൽ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങൾക്ക് വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നാട്ടിൽ വന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ക്രിസ്മസ്, ഓണം, വിഷു ഒക്കെ വരുമ്പോൾ ഡ്യൂട്ടി ഉണ്ടെങ്കിലും അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പറ്റുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റൽ ലൈഫൊക്കെ മടുത്ത് നാട്ടിലേക്ക് വന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ബസ്സിലെ സൈഡ് സീറ്റും നല്ലൊരു പാട്ടും ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും കേട്ടോ. മിക്കവാറും ദിവസങ്ങളിലും അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് നല്ല പാട്ടുമായിരുന്നു, സൈഡ് സീറ്റും ആയിരുന്നു കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള ടൗണിൽ നിന്ന് വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇന്ന് നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചായിരുന്നേ പോയിരുന്നേ. കുറച്ചായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മടിയാണ്. ഇനി ഞാൻ കറക്റ്റായിട്ട് ഇടണമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോണത്, അച്ഛൻ കുറച്ച് കൃഷി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നെല്ലിൻ്റെ. അപ്പോൾ നെല്ല് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വാരി ചാക്കിലാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് അധികവും നെല്ലൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കുറേ പേരുടെ നെല്ലൊക്കെ ഇങ്ങനെ കൊയ്തിട്ട് കൂട്ടിയിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് മുമ്പേ നമ്മൾ അച്ഛൻ്റെ കൃഷിസ്ഥലം കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിവിടെയൊക്കെ കൊയ്യാൻ വരുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. ഈ ഒരു ടൈപ്പ് വണ്ടി തന്നെയാണോ എല്ലായിടത്തും വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ചധികം നേരത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഉണക്കാനിട്ട നെല്ലൊക്കെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ചാക്കിലാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ചാക്കിലാക്കി വെച്ചിട്ടുള്ളതെല്ലാം അച്ഛനായിരുന്നു ഇങ്ങനെ തുന്നി കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഈ കൃഷി എടുത്തിട്ടുള്ളത് അച്ഛൻ ഒറ്റയ്ക്കല്ല കേട്ടോ, അച്ഛനൊരു പാർട്ട്ണറും കൂടി ഉണ്ട്. ആ ടൈമിൽ നമ്മളിതെല്ലാം ചെയ്യുന്ന ടൈമിൽ പാർട്ട്ണർ കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മളാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പൊടിയൊക്കെ കുറച്ച് അലർജി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറി നിൽക്കുമായിരുന്നു. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പണ്ട് മുതലേ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ നമ്മൾ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പം ഇന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ പോയത്. ഇവിടെ കുറേ പ്രാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊയ്ത്ത് കഴിഞ്ഞ വയലിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കതിര് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. രാത്രിയായിട്ടും പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയും കുറച്ചുകൂടി ഉണ്ടായിരുന്നേ നമുക്ക് ചാക്കിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അധികം ലേറ്റ് ആവണതിന് മുമ്പേ നമ്മൾ അതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.